കഴിഞ്ഞ ദിവസം വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ദിവസം തന്നെ ഞാൻ അത്തരത്തിലേക്കുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇടാൻ തയ്യാറായത്. കഴിഞ്ഞ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവനും ആ പോസ്റ്റ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രിയോട് നിങ്ങളടക്കം പ്രതികരണം തേടിയപ്പോൾ വളരെ ലാഘവത്തോടു കൂടി തന്നെ അതിനെ ചിരിച്ചു തെളിയുന്നു, ആരോപണം ഉന്നയിച്ചവരെ അപഹസിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിലവിലെ അവസാനത്തെ ഔദ്യോഗിക ഭാര്യയായ ശ്രീമതി ബിന്ദു മേനോൻ വളരെ ഗൗരവമായി അവിടെ നടന്ന വിഷയങ്ങളെപ്പറ്റി വളരെ ആധികാരികമായി തന്നെ ടെലിബൈറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം കേരള സമൂഹത്തിന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ഞാൻ വളരെ കൃത്യവും വ്യക്തവുമായി അന്വേഷിച്ചതിന് ശേഷം വളരെ കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെപ്പറ്റി വളരെ കൃത്യമായി ഞാൻ ഫേസ്ബുക്കിൽ വിവരിക്കാൻ തയ്യാറായത്. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ നാട്ടിൽ നടന്നത്. പത്തനാപുരത്ത് വാളകത്ത് നടന്നതെന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ ഞെട്ടിത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടുപോയത്. അവരതിനെ ഫോണിൽ പകർത്താൻ വേണ്ടി വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും പകർത്താൻ വേണ്ടി അവർ പകർത്തിയപ്പോൾ അവരെ ആക്രമിക്കുന്ന, അവരുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കേവലം ഭാര്യ ഭർത്താവ് മാത്രമല്ല ആ വിഷയത്തിലേക്ക് ഏർപ്പെടുന്നത്. അവരെ കയ്യേറ്റം ചെയ്യാനും അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു പറിക്കാനും തയ്യാറായത് അവിടുത്തെ ഡ്രൈവറായിട്ടുള്ള ശാന്തൻ എന്ന് പറയുന്നത് അവർ ഓരോരുത്തരുടെ പേര് പറയാൻ തയ്യാറായിട്ടുണ്ട്. ശാന്തൻ, അതുപോലെ തന്നെ അവിടുത്തെ ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള മനോജ് കുമാർ, അതുപോലെ തന്നെ പത്തനാപുരത്തെ എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കുന്ന പ്രദീപ് അടക്കം അവിടെ ചെന്നിട്ടാണ് അവരെ ആ വീടിനുള്ളിൽ പൂട്ടിയിട്ടുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും ബലപ്രയോഗം നടത്തി ഫോൺ പിടിച്ചു പറിക്കാനുള്ള ശ്രമം നടത്തിയത്. നമ്മൾ മനസ്സിലാക്കണം, അവർ ജീവപ്രാണന് വേണ്ടി അവർ ഭയന്നുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഹെൽപ്പ് മീ എന്ന് നിരന്തരമായി അവർ ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് അലറി വിളിച്ചപ്പോൾ ആ വാളകത്തെ വീടിൻ്റെ പരിസരത്തുള്ള പരിസരവാസികളെല്ലാം അവിടെ ഓടിക്കൂടിയിട്ടും അവർക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം മന്ത്രിമന്ദിരമല്ലേ, ആളുകൾ അവിടെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ വാതിലടയ്ക്കുന്നത്. അപ്പോൾ അത് വാതിൽ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അവിടെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടപ്പോൾ അവർ 112 എന്ന് പറയുന്ന കേരളത്തിൻ്റെ പോലീസിൻ്റെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നു. തൊട്ടു പിന്നാലെ പിങ്ക് പോലീസ് അടക്കം കൺട്രോൾ റൂം വെഹിക്കിൾസ് അടക്കം അവിടെ എത്തുന്നു. വന്നിട്ട് അവർ ആ കൃത്യമായിട്ടുള്ള നടന്ന സംഭവങ്ങൾ അവരുടെ മുന്നിൽ കാണുകയാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ, ദൃശ്യങ്ങൾ അവർ പോലീസിനെ കൈമാറുകയാണ്, പോലീസിനെ കാണിക്കുകയാണ്. പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ വന്ന പോലീസ് അവിടെ ഓടിക്കൂടിയ ജനങ്ങളെ, അടുത്തുകൂടിയ ജനങ്ങളെ, ബഹളം കേട്ട് ഓടി വന്ന ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നതിനും അവരെ ആക്രമിക്കുന്നതിനും അവരെ പിന്മാറ്റുന്നതിനും ശ്രമം നടത്തിയതിനു ശേഷം ആ ദൗത്യം വിജയകരമായപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് പിന്മാറിപ്പോവുകയാണ്. വീണ്ടും കഥകടച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ബലപ്രയോഗം നടത്തുകയാണ്. അവിടെ അവർ അലറി വിളിച്ച് കരയുകയാണ്. ഈ സംഭവ വികാസങ്ങൾക്ക് ശേഷം കഥ തുറന്ന് നോക്കുമ്പോൾ പോലീസ് പോയിട്ട് അവിടെ ഒരു പൊടി പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥ, ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാളകത്തുണ്ടായത്. ഈ വിഷയം അവസാനിക്കാൻ പോവുകയാണ്, ജനം അറിയാൻ പോകുന്നില്ല. ഈ അക്രമം ഒരു കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാര്യയ്ക്ക് മന്ത്രിയിൽ നിന്നും അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നും നേരിട്ട ഈ ദുരന്തത്തെ ഈ ജനം തിരിച്ചറിയാൻ പോകുന്നില്ല, അവർക്കൊരു നീതി ലഭിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇന്ന് കേരളത്തിൻ്റെ പോലീസിൻ്റെ ഉന്നത അധികാരിയായിട്ടുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് DGPക്ക് ഇന്ന് പരാതി നൽകാൻ വേണ്ടി ഞാൻ തയ്യാറായത്. എന്താണ് പരാതിയുടെ പ്രധാന അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 112 നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിളിക്കുന്ന എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, അതിലേക്ക് എന്തിനാ ആളുകൾ ഇടപെടണം? വ്യക്തിപരമായ കാര്യമാണോ ഇത്? വ്യക്തിപരമായിട്ടൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയം എല്ലാ വീടുകളിലും ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയമുണ്ടാകുമ്പോൾ എന്തിനാണ് ഡ്രൈവർ കയറി ഫോൺ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്നത്? മനോജ് കുമാർ എന്തിനാണ് അവരുടെ കാലേ വീഴാൻ ശ്രമിച്ചെന്ന് പറയുന്നത്? എന്തിനാണ് പ്രദീപ് വീടടച്ചു പൂട്ടിയിട്ട് പുറത്തു പോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞവരെ അടച്ചുപൂട്ടി അവിടെ ഇട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അവിടെ നടന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഈ ഗാർഹിക പീഡനം അടക്കമുള്ള, കയ്യേറ്റ ശ്രമം അടക്കമുള്ള, മോഡസ്റ്റി ഓഫ് വുമൺ അടക്കമുള്ള വകുപ്പുകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ആ വകുപ്പുകൾ പ്രകാരമുള്ള എല്ലാ നടപടികളും ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്ന് അവരുടെ ടെലിബൈറ്റിൽ വളരെ കൃത്യവും വ്യക്തവുമാണ്. ഈ അടിസ്ഥാനത്തിൽ അവർ പോലീസിന് പരാതി നൽകാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, പോലീസിന് പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതാണ്. അവരുടെ മുമ്പിൽ അവർ അവിടെ നിലനിൽക്കുമ്പോൾ, അവർ ആ വീട്ടിലേക്ക് കടന്നു വന്ന് അവർ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അത്യാഹിതം സംഭവിക്കുമ്പോൾ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറാണ്, ടോൾ ഫ്രീ നമ്പറാണ് 112. അവർ ഫോൺ വിളിക്കുമ്പോൾ അവർക്ക് എന്താണ്, അവിടെ വന്ന പോലീസുകാർ കാഴ്ച കണ്ടതിന് ശേഷം ഉത്സവപ്പറമ്പാണോ അവർ കാഴ്ച കണ്ടതിന് ശേഷം തിരിച്ചു പോകാൻ, അവിടെ വന്നതിന് ശേഷം തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് ഒരു നീതിയും ഉണ്ടാകില്ല. കാരണം എന്താണ്, ഇപ്പുറത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഭരണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും എല്ലാം ഗുണ്ടാ സംവിധാനങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ പക്കലാണ്. കേവലം ഒരു സ്ത്രീക്ക് ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. ഇപ്പോൾ നിലവിലെ അവസാനത്തെ ഔദ്യോഗിക ഭാര്യയാണ് ബിന്ദു മേനോൻ എന്നുള്ളതുകൊണ്ട് നമ്മൾക്കും വ്യക്തിപരമായി അവരുടെ കുടുംബകാര്യങ്ങളിൽ കയറി ഇടപെടുന്നതിനും പരിമിതിയുണ്ട്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല, അവരെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടി കൂടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് അടിസ്ഥാനത്തിൽ ആരെ വിശ്വസിച്ച് അവർ പോലീസിന് പരാതി നൽകാൻ വേണ്ടി പോകണം? ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും
ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ വിളിച്ച് അവർ പേഴ്സണൽ ബന്ധമുണ്ടെന്നാണ് പറയാൻ സാധിച്ചത്. വീണ വിജയനെ വിളിച്ച് വളരെ കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അവർ ഈ അവസ്ഥ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. അവർക്കറിയാം അവരെ വിളിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല, അവരെ സഹായിക്കാൻ ആരും കാണില്ല, അവർ ഒറ്റപ്പെടുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതി കൊടുക്കാതെ പോയത്. ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു സംവിധാനത്തിൽ ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ 112 വിളിച്ച ആ ഔദ്യോഗിക കോൾ രേഖ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പോലീസിൻ്റെ അധികാരികളുമായി നമുക്ക് ബന്ധപ്പെടുവാൻ അതിൻ്റെ ആധികാരികമായി തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 112 എന്ന് പറയുന്ന ടോൾ ഫ്രീയിലേക്ക് വിളിച്ച ആ രേഖ തന്നെ, കാരണം ആ രേഖ ഉണ്ടെങ്കിൽ അതിന് മറുപടിയും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിനെ പറ്റി അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഉന്നത അധികാരികൾ ഇടപെട്ടതിന് ശേഷം ആ റെക്കോർഡിംഗ് ആ കോൾ ഡീറ്റെയിൽസ് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നിങ്ങൾ പുറത്തു പറയാൻ പോലീസ് അധികാരികൾ തയ്യാറാകണം. അത് അടക്കമുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ കുറ്റകൃത്യമാണ്, ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ DGPക്ക് ഞാൻ പരാതി നൽകിയിട്ടുള്ളത്. ആ സ്ത്രീക്ക് പരിപൂർണമായ പിന്തുണ നൽകേണ്ടതായിട്ടുണ്ട്. ആ സ്ത്രീക്ക് നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഭയപ്പെട്ടിട്ടാണ്, പണവും അധികാരവും കണ്ട് ഭയപ്പെട്ടിട്ടാണ് അവർ പരാതിയുമായി മുമ്പോട്ട് പോകാതിരിക്കുന്നത്. അവരെ ഒരു സഹോദരിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്ത്രീക്കുണ്ടായ ബുദ്ധിമുട്ടിൽ അപലപിച്ചുകൊണ്ട് തന്നെ ആ പരാതിക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയുമായി നിയമപരമായിട്ട് അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വളരെ കൃത്യമായി അവരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.